വേറെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ? എവിടെ അവൻ പിന്നെ പോവുക വേറെ ശല്യത്തിന് വന്നാ അവന് കലയാഴേ. അപ്പോഴും ഞാൻ ഒരു ദിവസം അപ്പനോട് ചോദിച്ചപ്പാ നിങ്ങൾ എവിടെ പോണെന്ന് കേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്തോന്ന് പറയും. അവന്റെ അമ്മേരെ മറ്റേ അപ്പപ്പെട്ടി എടുത്തു ചോട്ടി ചെയ്യും. ഉള്ളിവട. ഹലോ ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? അപ്പോ എനിക്ക് എന്തായാലും വണ്ടി ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വണ്ടിയൊന്നും അല്ല കേട്ടോ, ഈ കാറൊന്നും അല്ല ശരിയാക്കി കിട്ടിയത്, എൻ്റെ 2 വീലറാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു എത്ര മണിയായി, 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വൈബായിട്ട് സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് മല കയറാം കേട്ടോ. മലയെന്ന് ചോദിച്ചാൽ എന്താണ്, കുന്നോ പാറയോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് എങ്കിൽ പോലും ഞാൻ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം വൈബാണെങ്കിൽ പോലും എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും കാഴ്ച കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ. ഈ നെല്ലിക്കാമല എവിടെയാണ്? അപ്പുറത്താണ്. എന്നെ കൊണ്ട് കയറാൻ പറ്റുമോ? തന്നെ ആർക്ക് വേണമെങ്കിലും പോകാം അല്ലേ? അപ്പം എന്തായാലും നമ്മളിന്ന് നെല്ലിക്കാമല കയറാനാണ് പോണത്. വരുന്നുണ്ട് എൻ്റെ കൂടെ? വെറുതെ ഇല്ലേക്കണോ? വരണമെങ്കിൽ വരെ. കട പിന്നെ നമുക്ക് നോക്കാം, ഇതൊരു അവസരമേ കിട്ടുള്ളൂ അല്ലേ? അതിനെ കുറച്ചതല്ലേ? അവന് വേണം, അതിനെ കൂട്ടി അടിക്കണം അവന്. അപ്പൊ മധുരം കുറച്ച് എന്താ കട നോക്കിക്കോളാം. അവിടെ അങ്ങോട്ട് കാണിച്ചത് കട നോക്കിക്കോളാം. വേണമെങ്കിൽ എൻ്റെ കൂടെ നെല്ലിക്കാമല കയറാനായിട്ട് ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വെറൈറ്റി സ്ഥലമാണ് കേട്ടോ, നെല്ലിക്കാമല. പേരിൽ തന്നെ വെറൈറ്റി ആണല്ലേ? അപ്പൊ ഏതാണ്, എവിടെയാണ്, ഏത് ജില്ലയാണ്, നമ്മുടെ കേരളമാണോ തമിഴ്നാടാണോ എന്നുള്ളത് ബാക്കി വിശേഷം ഞാൻ പിന്നാലെ പറഞ്ഞു പോകുന്നതായിരിക്കും. സൂപ്പർ സ്ഥലമാണ് അല്ലേ? അതെ അതെ. ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട്. ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കും? ഇതിൽ എന്താണ് മെയിൻ ആയിട്ടുള്ളത് അത് പറഞ്ഞോളാം. പേര് ഉള്ളിവടയാണ്, പക്ഷെ ഇതിന് എല്ലാവരും പച്ചവെള്ളം ഇഞ്ചിയൊക്കെ. ചേട്ടാ ക്വസ്റ്റ്യൻ ഇതല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം കൂടുതൽ ഉള്ളവർക്ക് അറിവ് കൂടുതൽ എന്നാണ് പറയുന്നത്. അത് ഉള്ളതാണോ ചേട്ടാ? അറിവ് കൂടുതൽ ഉണ്ടാവും, ചിലർക്ക് അത് ഭ്രാന്തമായി. കൂടുതൽ അറിവ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഭ്രാന്തായി. ആണോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇവിടെ അങ്ങനെയാ ചേട്ടൻ പറയുന്നത്. അപ്പം വിദ്യാഭ്യാസം കൂടിയാലും കുഴപ്പമെന്നാണോ പറയുന്നത്? എനിക്ക് പിന്നെ വിദ്യാഭ്യാസവും ഇല്ല, അറിവും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ ചേട്ടാ? എനിക്കിത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പം ഒന്നും അറിയണ്ടല്ലോ. അവരെവിടെ എന്തോ സംസാരത്തിലാണ്. നമ്മളിതാ ഉള്ളിവട, ചൂട് ഉള്ളിവട കേട്ടോ. വാസു ചേട്ടന്റെ കടയോ? വാസു ചേട്ടന്റെ കടയിലെ ഉള്ളിവട. ചേട്ടാ ചായ പൊളിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ചായയാണ് കേട്ടോ. എല്ലായിടത്തും നമുക്ക് അതുപോലെ കിട്ടുകയെന്ന് വരില്ല. സൂപ്പർ ചായ ആണോ? അങ്ങനെ പറയില്ല. തുറന്നു കാണിക്കുന്നു ചേട്ടൻ പാത്രം. പാല് കൊടുക്കണ, പാല് ചേട്ടനാ കൊണ്ടുവന്നത്. ചായ ഫ്രീ ആണോ? അതൊക്കെ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മല കയറ്റം. എത്ര മണിക്ക് ചേട്ടാ? 1 മണിക്കൂർ കൊണ്ട് കയറി തീർക്കാൻ പറ്റുമല്ലേ? അതെ അതെ. എന്നാ അവിടെ ഒരു കുഞ്ഞു യാത്ര അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ 4:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മള് ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് പോകാം. അപ്പം തട്ടിയും മുട്ടിയും തട്ടുകട, നമ്മുടെ വാസു ചേട്ടൻ, അതാണ് നല്ല പേരെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വാസു ചേട്ടനോട് യാത്ര പറഞ്ഞ് ഞാനിതാ പോവുകയാണ്. വീണ്ടും വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, കൂടെ പോന്നോളൂ. ഇന്നൊരു മല കയറ്റമാണ്, പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കരുത്, കൂടെ വന്നോളൂ. എന്റെ അണ്ണ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്ന് പെട്ടു, ഒളിച്ചു നടക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാരാണ്, അതുകൊണ്ട് ക്യാമറയിൽ വരില്ലെന്ന് പറഞ്ഞ അണ്ണൻ ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് ചാടി. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടോ എനിക്കും തോന്നുന്നു. ഒന്നുമല്ല. അപ്പൊ നമുക്ക് അതൊക്കെ വിടാം. ഈ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ. നല്ല ഒരു റോഡാണ്. റോഡ് മീൻസ് 2 മലയെന്ന് പാറക്കെട്ടാണ് കേട്ടോ. പാറക്കെട്ടിലൂടെ ഉള്ള ഒരു റോഡാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതാവുന്നത്. ഞാൻ അങ്ങ് താഴോട്ട്
റോഡൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചിടാം. നമുക്ക് ഇങ്ങോട്ട് പോകാം, പോകുന്ന വഴി കാണിച്ചു കൊടുക്കാം. അപ്പം ദാ ഈ വഴിയാണ് നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. നമ്മുടെ നെല്ലിക്കാമല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അതും പറഞ്ഞു പോവുകയാണ്. അപ്പം ഈ ഭാഗത്തൂടെയാണ് നമുക്ക് പോകേണ്ടത്. എന്തുവാ സൗണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അമ്പൂരിൽ നിന്നാണെങ്കിൽ 6 കിലോമീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്ത് എത്തിപ്പെടാം കേട്ടോ. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്ററേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടോ, CSI നെല്ലിക്കാമല. ഇവിടെ ഒരു CSI ചർച്ച് ഉണ്ട്. അപ്പം നെല്ലിക്കാമലയിലോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും എങ്ങനെ ഇരിക്കുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. വ്യൂ എങ്ങനെയാണെന്നോ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അതിശയമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ മുന്നേ കൂടി കണ്ടിട്ടുമില്ല. അപ്പോൾ ഇന്നാണേ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇതുവഴി യാത്ര തുടങ്ങുക. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. മണി 5 ആയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. ആ മല ഒന്ന് കയറി നമ്മുടെ ആ പോർഷനിലെത്താനായിട്ട് മാക്സിമം 1 മണിക്കൂർ വേണമെന്ന് പറഞ്ഞാൽ അധികം നിന്ന് താമസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് നെല്ലിക്കാമലയിൽ പോകാം. അങ്ങോട്ട് ഒരു നെല്ലിക്കയും കൂടെ ഒക്കെ എടുത്തോണ്ട് വരേണ്ടായിരുന്നു. അവിടെ ഒത്തിരി നെല്ലിക്ക ഉണ്ടോയെന്നറിയില്ല. എന്തായാലും നമുക്ക് പോകാം. ഞാൻ നെല്ലിക്കാമലയിലോട്ട് പോയപ്പോഴേ ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് ഇതാ ഒരാൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എവിടെയാണ്, ഇങ്ങോട്ടാണ്? ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ പരിചയമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ കാണാറുണ്ട്. നല്ല വീഡിയോ ഒക്കെ ആണ്. വളരെ സന്തോഷമാണ് എന്നെ കണ്ടതില്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. എനിക്കും തിരിച്ച്. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ നെല്ലിക്കാമലയ്ക്ക് ഇതുവഴി തന്നെയല്ലേ? വേറെ വഴിയുണ്ടോ? വേറെ ഇടവഴികളൊക്കെ ഉള്ളു, പക്ഷെ മെയിൻ റോഡ് ഇതാണ്. അതെയോ? അപ്പൊ എത്ര 1.5 കിലോമീറ്ററോളം വരും നടന്നു കയറാനായിട്ടോ? അല്ല, ഒരുപാട് ദൂരം വാഹനത്തിൽ പോകാൻ പറ്റും. പിന്നെ കുറച്ച് ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് നടന്ന് മുകളിൽ പോകാൻ പറ്റും. നടന്നു. മനോഹരമായ കാഴ്ചയാണ്. ആണോ? വളരെ മനോഹരമായ കാഴ്ച. അതെ, പോയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ആണോ? അപ്പൊ പിന്നെ നമ്മുടെ ഒരുപാട് പ്രാവശ്യം പോയ ആള് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നെല്ലിക്കാമലയിലെ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് തീർച്ചയായിട്ടും വിശേഷങ്ങൾ നേരിട്ട്. അതെ, ഓക്കെ, താങ്ക് യു. അപ്പൊ അതെ ഒരു കുത്തനെയുള്ള റോഡാണ് കേട്ടോ. റോഡാണ് പോവേണ്ടത്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ദൈവമേ കുരങ്ങന്മാര്, എൻ്റെ പൊന്നേ, മുകളിൽ നോക്കണ കുരങ്ങന്മാര്. തെങ്ങിന്റെ മണ്ടയിൽ തേങ്ങയേറ്റം പറിച്ച് തലയിൽ കൂടെ ഒന്നും അറിഞ്ഞില്ല. എൻ്റെ പൊന്നമ്മച്ചി എന്നാ ഒന്നും ചെയ്യല്ലേ. ഇതാ കണ്ടോ, കമ്പിയിൽ തൂങ്ങി കളിക്കണ്. ഇത് ഓഫ് റോഡാണ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ് കേട്ടോ. അപ്പം മീഡിയ എൻ്റെ കയ്യിലാണ് മൊബൈൽ ഇരിക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇതാ കണ്ടോ മച്ചാമാരെ, എന്ത് ചെയ്യുകയാണ്? എൻ്റെ അമ്മേ, എന്നെ ചെറുതിങ്ങോട്ട് നോക്കണ്. ഇപ്പൊ റോഡ് വളരെ മോശമാണ് കേട്ടോ. അത് തന്നെയാണ് ഓഫ് റോഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതാ പള്ളി ഇവിടെയാണ് കേട്ടോ. CSI നെല്ലിക്കാമല ചർച്ച് അതാണ് കണ്ടോ. അപ്പോൾ എന്തായാലും വണ്ടി നമ്മുടെ ആ പള്ളിയുടെ അടുത്ത് ഒതുക്കിയിട്ടുണ്ട്. കുറച്ച് ദൂരം വരെ വേണമെങ്കിൽ വരാം, പക്ഷേ റോഡ് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കുറേ ദൂരം നടന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടവർ കേട്ടോ, കണ്ടോ. അപ്പോൾ റേഞ്ച് ഇവിടെ നല്ല ഫുൾ റേഞ്ചാണ്. BSNലും നമ്മുടെ എയർടെലും വോഡഫോണും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഈ മെഷീനൊക്കെ കാണുന്നത് കേട്ടോ. അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റും അരി അരയ്ക്കും പോലത്തെ ഒരു മെഷീനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്തോന്നാ കറങ്ങണേന്ന്. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ, ഇത് പിന്നീടാണ് കാണുന്നത്. എന്തായാലും ഇത് ഒരു അമ്മച്ചി വഴിയിലിരിപ്പുണ്ട്. ഇനി നമുക്ക് നടക്കേണ്ട ദൂരം എത്രയും ചോദിച്ചാൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഇവിടെ പ്രദേശവാസികൾ പറഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ട്? നെല്ലിക്കാമല പോയിട്ടില്ല. പുള്ളി പോയിട്ടില്ല, വേറെ ആരോ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇത്, ഈ ടവറിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ പ്രദേശവാസികൾ പറഞ്ഞ് ഇപ്പം പോയി കഴിഞ്ഞാലും 6:30-7 മണിയാവും നിങ്ങൾ അവിടെ എത്തിപ്പെടാൻ. അത്രത്തോളം നടക്കാനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നടന്ന് ഇന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ കാണിക്കുന്നതായിരിക്കും. കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് പോകാം കേട്ടോ. അപ്പം വീണ്ടും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാണ്. കൂടെ വന്നാൽ കേട്ടോ. അമ്മച്ചി, ഈ അമ്മച്ചിയെ കഴിഞ്ഞ വീഡിയോ കണ്ട എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ എന്നറിയില്ല. അമ്മച്ചി എന്നെ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എങ്ങനെ? അന്നത്തെ ആ ചിരിയും സന്തോഷവും സംസാരവും കണ്ടാ എന്നെ ഇഷ്ടായോ? അന്നത്തെ ചിരിയും സന്തോഷവും സംസാരവും ഒക്കെ കണ്ടപ്പോ അമ്മച്ചിക്ക് എന്നെ മനസ്സിലായെന്നാണ് പറയണത്. എന്തമ്മച്ചി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നേ? തളർന്നു വന്ന് ഇവിടെ അങ്ങിരുന്നു. കുറെ ദൂരം ഉണ്ടോ വീട്ടിൽ പോകാൻ? ഇവിടെ നിന്ന് കുറച്ച് പോയാൽ നമുക്ക് ഈ അമ്മച്ചി, ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ബിവറേജിന്റെ അവിടെ അമ്മച്ചി ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ
ആ യൂട്യൂബില് പൈസ തന്നെ ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്നിട്ട് കണ്ടാ നീ വാതറക്കല്ലേ അമ്മച്ചി കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ല, ആര് കാണിച്ചു തരാം അല്ലേ? അതെ, ആ കണ്ടില്ല. കാണിച്ചു തന്നില്ല. ഇനി എത്ര ദൂരം ഉണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാനായിട്ട്? ഇവിടെ നിന്ന് ഒരു പറലാങ്ങേ വരൂ. ഒരു പറലാങ്ങ മീൻസ് 1 കിലോമീറ്റർ ആണോ? ഇല്ല, പിന്നെ ഒരു പറലാങ്ങ്. അത് തന്നെ അമ്മച്ചി, നമ്മുടെ ഭാഷയിൽ 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ അമ്മച്ചിയുടെ ഭാഷയിൽ 1 പറലാങ്ങ്. പറലാങ്ങ് മീൻസ് ഇനിയുള്ള ജനറേഷൻ അറിയാമെന്ന് അറിയില്ല, നമ്മൾക്കൊക്കെ അറിയാം കേട്ടോ. അപ്പൊ അമ്മച്ചി എന്താ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച്. ഇന്ന് അവിടെ ഇരുന്നില്ലേ നിങ്ങൾ ബിവറേജിന്റെ ഫ്രണ്ടില്? ഇരുന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി വാങ്ങി വന്നു. അമ്മച്ചിയുടെ സന്തോഷം നോക്കിയൊക്കെ. അപ്പൊ എന്തായാലും അമ്മച്ചി ഇവിടെ ഈ നെല്ലിക്കാമല എന്ന് പറഞ്ഞ്, നെല്ലിക്കാമലയാണല്ലോ മുകളില്. അപ്പൊ ഇതിന്റെ പേരെങ്ങനെയാ വന്നത് നെല്ലിക്കാമലയെന്ന്? നെല്ലിക്കാമല എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ അന്ന് കൊച്ചാണ്. ഞാൻ ഒന്ന് ഇരുന്നോട്ട്. അപ്പൊ ഞങ്ങൾ എവിടെയൊക്കെ കൊണ്ടുവരും, അന്ന് നാട്ടിൽ കൊണ്ടുപോകും, കൊണ്ടുവരും, പിന്നെയും നാട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ അപ്പോഴും ഞാൻ ഒരു ദിവസം അപ്പനോട് ചോദിച്ചപ്പാ ഈ നിങ്ങൾ എവിടെ പോണെന്ന് കേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്തോന്ന് പറയും. അന്ന് കൊച്ചാണ് എങ്കിലും എനിക്ക് അങ്ങ് തോന്നി ചോദിക്കാം. അത് മക്കളെ നെല്ലിക്കാമല എന്ന് പറഞ്ഞാ മതി. അതെന്താപ്പാ? അത് ധാരാളം നെല്ലിക്ക ഉണ്ട് അവിടെ, അപ്പൊ നെല്ലിക്കാമല എന്ന് പറഞ്ഞാ മതി. അപ്പൊ പൂർവികരിട്ട പേരാണ്. ഒരുപാട് നെല്ലിക്ക ഉള്ളത് കൊണ്ട് നെല്ലിക്കാമല എന്നുള്ള ഒരു പേര്. കൊള്ളാം കേട്ടോ അമ്മച്ചി. അപ്പൊ അമ്മച്ചി ഇവിടെ നിന്ന് പോവാൻ അമ്മച്ചിക്ക് പറലാങ് കണക്കല്ലേ അറിയാം ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്? നമ്മുടെ നെല്ലിക്ക ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ. ഞാൻ നേരത്തെ താമസിച്ചിരുന്നേ. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കണ? അവര് വാടകയ്ക്ക് താമസിക്കണാണ്. ഇപ്പോഴേ ഞാൻ താമസിച്ചത് ഈ കുന്നിന്റെ പടിഞ്ഞാറ് ചെല്ലുമ്പോ ഒരു എസ്റ്റേ കല്ലുകൊണ്ട് കെട്ടിയ ഒരു വീടുണ്ട്. അമ്മച്ചി ഒറ്റയ്ക്കാണോ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്? ഒറ്റയ്ക്ക്. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെയാണ് താമസിക്കുന്നത്. ടി വി എന്തൊക്കെ ഉണ്ട്? ടി വി എല്ലാം ഉണ്ട് വീട്ടില്? ഒരു ടി വിയിലെ കറണ്ട് ഇല്ല, വെട്ടമില്ല, ഒന്നുമില്ല. റേഷൻ കട ഇന്ന് മണ്ണെണ്ണ വരെ തരണില്ല. നായിടമായി മെഴുതിരിയാണ് വാങ്ങിച്ച് വിളക്ക് കത്തിക്കണേ. ആ നായട പന്ന അമ്മച്ചിയുടെ വായിന്ന് അടുത്ത തെറി പറഞ്ഞതിന് മുമ്പ് ഞാൻ വാ പത്തി പിടിച്ചിട്ടുണ്ട്. അമ്മച്ചി കൂളാവും. കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് അമ്മച്ചിക്ക് ഞാൻ ചെറിയ തോതിൽ ഒരു ലഘു ഭക്ഷണമൊക്കെ വാങ്ങി കൊടുത്തിട്ടാ പോയതല്ലേ, തന്നിട്ടല്ലേ പോയത്. അപ്പൊ എന്ത് പറയാനാണ്, അമ്മച്ചിയോട് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നില്ല. പിന്നെ ഞാൻ ഇനി കാണുമ്പോ പറയാം ബാക്കി വിശേഷം. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് വരേണ്ടതുണ്ട്. അതായത് മലയാളത്തിൽ പറയട്ടെ, ഇനിയേ അമ്മച്ചി നാളെ വരണം. കാരണം ഇന്ന് എനിക്ക് നെല്ലിക്കാമല കേറി തീർക്കാൻ പറ്റൂല. അപ്പൊ അമ്മച്ചിയും പറഞ്ഞു പറയില്ല, രാവിലെ ആണെങ്കിൽ പറ്റും. ഇപ്പം പറ്റൂല. അപ്പൊ കുറച്ച് നമ്മൾ അടുത്തുകൂടെയുള്ള വിഷ്വൽ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ അമ്മച്ചി? മതിയല്ലോ. അപ്പൊ അമ്മച്ചി പറഞ്ഞു നാളെ രാവിലെ വന്നാൽ ഞാനും കൂടെ വരാം. ഞാൻ അങ്ങ് വെച്ച വീടൊക്കെ കാണിച്ചു തരാം. അമ്പോ അന്നേ. അപ്പൊ ശരി, നമുക്ക് കൂട്ടുനാളെ അമ്മച്ചിയും കൊണ്ട് നമുക്ക് അറിയാത്ത. പക്ഷെ ഒരു കാര്യം, തിരിച്ചു വരുമ്പോ എനിക്ക് ചെലവ് ചെയ്യണം. അമ്മച്ചിക്ക് എന്തോന്ന് ചെലവ് ചെയ്യണം? തിരിച്ചു വരുമ്പോ എന്താണ് വാങ്ങി തരേണ്ടത്? തിരിച്ചു വരുമ്പോഴേ ഒരു കവറ് പാല്. അയ്യടാ, പാല് വാങ്ങി തരാം. ബിരിയാണി വേണോ നിങ്ങൾക്ക്? ബിരിയാണി വേണ്ട. പിന്നെ ആ പൈസക്ക് വേറെ വല്ല വാങ്ങിച്ച പാല് ചായക്കും പലഹാരത്തിനുള്ളത് അല്ലേ? ഒരു ചെറിയൊരു ആവശ്യമാണ് അമ്മച്ചി പറഞ്ഞത്. ഒറ്റപ്പെട്ടാണ് കിടക്കുന്നത്, മണ്ണെണ്ണ ഇല്ല. പിന്നെ എന്ത് പറയാനാണ്, മെഴുതിരി ഞാൻ വരുമ്പോ വാങ്ങി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്ത് പറയാനാണ്, അപ്പം ഇനി റേഷൻ കടയിൽ എനിക്ക് മണ്ണെണ്ണ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചില്ല. എനിക്കുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി സത്യം. പൈസയും കൊടുത്തിട്ട് മണ്ണെണ്ണയും വാങ്ങിച്ചിട്ടില്ല. അമ്മച്ചിക്ക് ഞാൻ വാങ്ങി തരാം കേട്ടോ മണ്ണെണ്ണ. ശരി, ഇല്ല ഇത് മതി. അപ്പൊ പിന്നെ നമുക്ക് വിശേഷങ്ങൾ തീരുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചു ദൂരം കൂടെ പോവാ കേട്ടോ. ഇവിടെ വന്നോളൂ. ടാറ്റ വിട അമ്മച്ചി. ഒരു പ്ലെയിൻ കിസ് കൂടെ കൊടുക്ക അങ്ങോട്ട്. അങ്ങനെ കൊടുക്ക്. മതി. ക്യാമറ നോക്കി കൊടുക്കാം. ക്യാമറമാന് കൊടുക്കാനല്ല പറഞ്ഞത്, ആ ചെക്കന് കൊടുക്കാനല്ല പറഞ്ഞത്. ക്യാമറ നോക്കി കൊടു അമ്മച്ചി അങ്ങോട്ട്. അതിലെന്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്. അപ്പടാ ഇതാ വേണ്ടല്ലേ? മതി. സത്യം പറഞ്ഞ 1.5 തേരിയാണ് കേട്ടോ ഈ അമ്മച്ചിയുടെ വീട്ടിൽ വരാണ്ട വഴി. അപ്പം അമ്മച്ചി കുറച്ച് വിറവൊക്കെ ആയിട്ടാണ് പോകുന്നത്. കണ്ടോ, വിറവ് കെട്ടി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട്. തളർന്നു കേട്ടോ ഞാൻ. എന്തായാലും അമ്മച്ചി ഇനി ഒത്തിരി ദൂരം ഉണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ പോവാൻ. ആരാ പറലാങ്ങ?
എന്തായാലും എപ്പോഴെത്തിയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ വീഡിയോ വേണ്ടി ഇവിടെ ഒരു കാണിക്കുക. നമ്മുടെ ഒരു കുരിശടി കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി, ഇതുവഴിയാണോ മലയിൽ പോകേണ്ടത്? അല്ല ഇല്ല. അപ്പോൾ ഒന്നും ആയിട്ടില്ല അല്ലേ? വഴി ഒന്നും ആയിട്ടില്ല എന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പോൾ ഇതുവഴിയും അല്ല നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. കുറേ ദൂരം വണ്ടി വരത്തില്ല. എന്ത് കഷ്ടമാണ്. ഇതാ ഇവിടം വരെ വണ്ടിയുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. അതെ, ഇവിടം വരെ വാഹനമുണ്ട്. ഇത് കഴിഞ്ഞ് വാഹനമില്ല. അങ്ങോട്ട് ഒരുപാട് വീടുണ്ടോ മുകളിലോട്ട്? ആ ഒരു വീടേ ഉള്ളൂ അല്ലേ? ഇവിടം വരെ വണ്ടി വരും അല്ലേ? ആ, ഏത് വണ്ടി? 2 വീലർ ആട്ടോയും വരും. ആ പിക്കപ്പ്. ആ മതിയല്ലോ. ബസ്സില്ലെന്നേ ഉള്ളൂ. ബസ് റൂട്ടല്ല, കുഞ്ഞു റോഡായതുകൊണ്ട് ബസ് റൂട്ടും അല്ല. അപ്പം അമ്മച്ചിതാ എന്തൊക്കെ വലിച്ചേരി കെട്ടി എടുക്കുകയാണ്. നല്ല തളർന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളദാഹമുണ്ട്. ഇന്ന് വല്ല നടക്കുമോ അമ്മച്ചി? അപ്പം അവിടെ നിന്ന് എത്ര മണിക്ക് തിരിക്കും ബിവറേജിൻ്റെ അവിടെ നിന്ന്? അത് തന്നെ 5 മണിക്കുമ്പോ അവിടെ നിന്ന് ഇറങ്ങും. എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും? നേരത്തെ ഇറങ്ങും അല്ലേ? ഇത്രയും കയറി എത്ര അമ്മച്ചിക്ക് നടന്നാണ് വരുന്നത് കേട്ടോ. അത്ര ദൂരത്ത് നിന്ന്. അപ്പോൾ എന്ത് ദൂരം, നമ്മൾ കുറേ ദൂരം വാഹനം കൊണ്ടുവച്ച് വാഹനത്തിലാണ് വന്നത്. അവിടെ വാഹനം കൊണ്ടുവച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ നടന്ന് കയറിയത്. പക്ഷെ അമ്മച്ചി അങ്ങനെയല്ല, അവിടെ നിന്ന് നടന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതെ അമ്മച്ചിയുടെ കിറ്റ് ഇതാ വടിയും കൊണ്ട് ഞാൻ പോവുകയാണ്. അവിടെ ഒരു സ്പോട്ടായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് അമ്മച്ചി വിളിച്ചുകൊണ്ട് പോകുന്നത്. അമ്മച്ചി അതാ വിറവും കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ വടിയും കുത്തി നടക്കേണ്ട പ്രായവും ആയത്. അമ്മച്ചി ഇതാ സൂപ്പറായിട്ട് ഇതാണ്ട വിറവും കൊണ്ട് കിടക്കുന്നു. അതിൻ്റെ പൊക്കപ്പുറത്താണോ വീട്? ആഹാ, പതുക്കെ. ഈ സ്റ്റെപ്പ് വഴിയാണ് ഒരു സ്പോട്ടായിട്ടുള്ള സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മച്ചി നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത്. ആ വീട്ടിൽ കയറിയാ അതുവഴി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റൂല, പാറ കാണിച്ചു തരാം. പാറ കാണിക്കുന്ന ഇതല്ലേ പാറ? ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്നാ, സാധനം കൊണ്ട് തന്നിട്ട് പോകാം. ഓ അമ്മച്ചിക്ക് എന്തേ? കാരക്കോണ ഹോസ്പിറ്റൽ വരെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാരക്കോണ ഹോസ്പിറ്റൽ കേട്ടോ, മെഡിക്കൽ കോളേജാണ്. അവിടെ വരെ കാണാൻ പറ്റും എന്നാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി അവിടെ ഇട്ടേക്ക്, എൻ്റെ കൂടെ വന്ന കുട്ടി എടുത്ത് ഇട്ട് തരും. അവിടെ ഇട്ടേക്ക്, ഇത്തിരി എടുത്ത് വിടാം. പളനിമല മാമുനിയെ മുരുകയ്യ. എന്തായാലും അമ്മച്ചി ശബരിമലയുടെ 18ാം പടി പോലെയാണ് അമ്മച്ചിയുടെ വീട്ടിന്റെ പടി. ഇതൊക്കെ നിങ്ങൾ കെട്ടിയതാണോ? വില കൊടുത്ത സ്ഥലം അല്ലേ? അപ്പൊ എന്തായാലും അമ്മച്ചി നമ്മളെ പിന്തുടരുന്നതാണോ, നമ്മൾ അമ്മച്ചിയെ പിന്തുടരുന്നതാണോന്ന് ഒന്നും അറിയില്ല. കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കമന്റ് എഴുതുക. എൻ്റെ അമ്മച്ചിയുടെ വീടൊന്ന് കാണിച്ചു കൊടുത്തോ. ഈ കവറിനകത്ത് എന്താ ഉള്ള അമ്മച്ചി? രാത്രിത്തേക്കുള്ള ഫുഡാണോ, ഭക്ഷണമാണോ? അമ്മച്ചിയുടെ വീടാണ്. അമ്മച്ചി എത്ര സെന്റ് ഉണ്ടെന്നേ ഇത്? നമുക്ക് ലോൺ എടുക്കാനാണ്. എത്ര സെന്റ് ഉണ്ട്? 5 സെന്റ് ഉണ്ടോ? ഇവിടെ 10 സെന്റേ ഉള്ളൂ. രഹസ്യമാണ്. 10 സെന്റേ ഉള്ളൂ തന്നെ. പട്ടയ ഉണ്ടാന്നേ ഉണ്ട്. പിന്നെ ഉണ്ടായിരിക്കും. അപ്പം അമ്മച്ചിക്ക് ഇത്തിരി സ്ഥലം മുകളിലുണ്ടെന്നാണ് പറയണത്. പക്ഷെ ആളും പേരും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീട് ഈ അവസ്ഥയിലിരിക്കുന്നത് അല്ലേ അമ്മേച്ചി? ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നത്. എന്തായാലും അമ്മച്ചിയുടെ കുടില് മനോഹരമാണ്. അകത്ത് റൂം ഒന്നും കാണിക്കാൻ പറ്റില്ല, ലൈറ്റ് ഇല്ല. പിന്നെ എന്ത് ലൈറ്റ് ഇല്ലല്ലോ, കറണ്ട് ഇല്ല. എങ്ങനെയാണോ എന്താ അറിയില്ല. ഇതിനകത്ത് തന്നെയാണ് വേവിച്ചു കുടിയും. വന്ന് കണ്ടോ? ഈ വർഷത്തെ വോട്ടിന് പകരം അവന്റെ അന്നേരം മറ്റേ അപ്പപ്പെട്ടി എടുത്ത് ചോട്ട് ചെയ്യും. വിരാമ പോവില്ല.
എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ അമ്മച്ചിമാരെ കേട്ടോ, പണ്ട് കാലഘട്ടത്തുള്ള അമ്മച്ചിമാർക്ക് അവർക്ക് ഇത് ഭയങ്കര ചീത്തയായിട്ടൊന്നുമില്ല. അവർ സ്ഥിരം വാചകം അടിക്കുന്നത് പോലെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കൂടുതലായിട്ട്. നിങ്ങൾ അത് വേറെ രീതിയിൽ എടുക്കണ്ട കേട്ടോ. എന്തോ 5-6 ദിവസം കൊണ്ട് തൂക്കാനും മാറാനും ഒന്നും കഴിവില്ല. നടുവേദന അല്ലേ? ഇങ്ങ് മാട അടുക്കള എന്നോണം കാണിച്ചു കൊടുത്തടാ. അടുക്കള ഇത് അത് കിടക്കുന്ന റൂം അല്ലേ? ഒന്ന് ലൈറ്റ് ഇല്ലാത്തോണ്ട് ഒന്നും അറിയില്ല. വല്ല കേറി കിടന്നാലും അറിയില്ലല്ലോ അമ്മ ചൂരണത്. അതൊന്നും ഇവിടെ കിടക്കൂല. അമ്മച്ചി ഞാൻ ഇരിക്കുന്ന ഭവനത്തിൽ അങ്ങനെ ഒരു കാര്യം. അങ്ങനെ പേടിക്കണ്ട. അപ്പൊ അമ്മച്ചിടാ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ. അങ്ങനെ ഒന്നും പേടിക്കണ്ടതാണ് പറഞ്ഞ. എന്തോന്ന് അമ്മച്ചി നോക്കണേ? നോക്കണല്ല, വേണ്ട അമ്മച്ചി, ഞങ്ങള് പോവാ. വേണ്ട അമ്മച്ചി, അവിടെ ഇട്ടേക്ക് പാവം കേട്ടോ. അമ്മച്ചി വേണ്ടോ കസേര? പിന്നെ എങ്ങ എടുക്ക്. അപ്പൊ വേണ്ട ഞാൻ എടുത്തോളാം. വേണ്ട ഞാൻ എടുത്തോളാം. വാവാ അമ്മച്ചി കേട്ടോ. അമ്മച്ചി ഇങ്ങ് വരി, ഞാൻ നിങ്ങളൊന്ന് എടുക്കട്ടെ. എന്നോട് ഇത്ര സ്നേഹം കാണിക്കണം അമ്മച്ചി. കണ്ടോ എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നണം അമ്മച്ചി? പാവം തോന്നണോ? നല്ലൊരു കുട്ടിയും മലയും കയറിയിട്ടില്ല, ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നല്ലോ. ആലോചിക്കണ. എങ്ങനെ കാണാൻ എങ്ങനെയുണ്ട് അമ്മച്ചി? ഞാൻ കാണാൻ കൊള്ളാം. സുന്ദരി പെണ്ണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളോടൊന്ന് പറഞ്ഞേക്ക്. പിന്നെ മനസാക്ഷിയുണ്ട്, സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവും. മുഖം കാണുമ്പോ അറിയാം, സംസാരത്തിൽ അറിയാം. ഒരുപാട് പിടിച്ചെടുക്കാൻ അറിയാന്നുള്ള മോളാണ് ഈ ലീലാമ്മ. എവിടെ വെച്ചു, ഏത് സ്ഥാനത്ത് വെച്ചു, അതാണ് ലീലാമ്മ. അതാണ് ലീലാമ്മ. അപ്പൊ അമ്മച്ചി പറഞ്ഞത് കേട്ടല്ലോ. എന്നെ കുറിച്ച് അമ്മച്ചി കുറെ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. നടുവേദന അമ്മച്ചി നിങ്ങൾക്ക്? അപ്പൊ നമ്മളും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റപ്പെട്ട അമ്മമാരോട്ട് ഒരു ദിവസം നമുക്ക് കഴിയണമെന്നുണ്ട്. അവരുമായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് അവരുടെ സന്തോഷം നമ്മൾ അതിൻ്റെതായ എല്ലാം കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അവരെ മുൻപിലിരുന്ന് നമ്മളും കഴിച്ച് ഒരു സന്തോഷം പങ്കിടണമെന്ന് പല നാള് ആഗ്രഹിക്കുകയാണ്. എന്നെങ്കിലും ഈ അമ്മയുടെ വീട്ടിലും ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ. ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാം. ഞാൻ എന്റെ പാചകം അമ്മച്ചി കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഓ പിന്നെ ഇനി എന്ത് വേണം? അപ്പോ കണ്ട അമ്മച്ചിക്ക് കോഴി ഇറച്ചി മല്ലി മുളകൊക്കെ. ഇവിടെ അമ്മയൊക്കെ ഉണ്ടാ? എല്ലാ അരകല്ല് സൂപ്പറാ. ഒന്നിനും പറഞ്ഞ 2 അരകല്ലുണ്ട്. ഇവിടെ വാങ്ങിച്ചപ്പോ ഇവിടെ ഒരു അരകല്ലും കഴിയും ഉണ്ടായിരുന്നു. അവൾ അത് കൊണ്ടുപോയില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു അരകല്ലും കുഴവി ഞാൻ കൊണ്ടുവന്നു. ഇനി ഒരു അരകല്ല് അങ്ങ് കിടപ്പുണ്ട്. അതെയോ? അവിടത്തെ വീട്ടിൽ. അപ്പൊ അങ്ങനെയാണ് അമ്മച്ചിയുടെ അതൊക്കെ ചോദിക്കട്ടെ. ഞാൻ അമ്മച്ചിയുടെ മക്കള് 2 ആമ്പിള്ളേരെന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു. 2 മക്കള്. ഒരു മോൻ ബീഹാറിൽ പോയി കിടക്കുന്നു. ബീഹാറിൽ പെണ്ണ് കെട്ടിയോ? അവിടെ പോയിട്ട് ഒരു ഭാര്യയും കൊച്ചും ഉണ്ടെന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. ആരടി? ഇവിടെ നേരത്തെ ആദ്യത്തെ ഭാര്യയോടിയോ? ഇവിടെ ഉണ്ട് ഒരു ഭാര്യയും ഒരു കുഞ്ഞും. മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കണം. 12ാമത്തെ വയസ്സ്. ഒരു മോനേ ഉള്ളു, മണിക്കുട്ടായി. എന്റെ ഈ വീട്ടിൽ ജനിച്ച മോൻ. ഇവിടെ നല്ല വീടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോ. ഓടിട്ട വീട്, നല്ല വീട്. ഒക്കെ ഓട് വലിച്ചിളക്കി ചെവര് നനഞ്ഞപ്പോ ഇങ്ങനെ പോയതാ. പഴയ കാലത്തുള്ള പച്ചക്കട്ട മഴ നനഞ്ഞപ്പോ ഇതൊക്കെ തറയായിരുന്നു അമ്മച്ചിയുടെ. ഇത് പടിക്കെട്ടാണ് വീട്ടിന്റെ മുൻ സൈഡിലെ പടിക്കെട്ടാണ് കിടക്കണം. അതെ അതെ അതെ. പിന്നെ ഇപ്പോഴ് എനിക്ക് പണമില്ല, കഴിവില്ല, രണ്ടും ഇല്ലാതായപ്പോഴും വീട് അങ്ങനെ ഞാൻ കഴിയണില്ല. അതെ അതെ. വേറെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ? എവിടെ? അവൻ പിന്നെ പോവുക വേറെ ശല്യത്തിന് വന്നാ. അവന് കലയാഴ്, അവന് കലയാഴ് പേടിക്കുന്ന. എന്റെ ചെറുപ്പത്തിലേ ഇല്ല. അമ്മച്ചി പറഞ്ഞതല്ല എന്റെ പ്രിയ സുഹൃത്തുക്കൾ. അങ്ങനെ അവൻ ചുമ്മാ പറയണം അമ്മച്ചി, അവന് വയ്യ. ഇല്ല അമ്മച്ചി, നമ്മൾ ഇനി പോവുകയാണ്. ഒത്തിരി സമയം താമസിച്ച് അവിടെ കൂടെ എടുത്തതിന് ശേഷം നമ്മൾ പോകും. ഇനി ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, നാളെ മറ്റന്നാളെ ഞാൻ അമ്മച്ചിയെ കാണാൻ വരുന്നതായിരിക്കും കേട്ടോ. രാവിലെ നിങ്ങൾ ഇവിടെ കാണുമോ? ബിവറേജിൽ പോവോ?
അല്ല അമ്മച്ചി നാണക്കേട് വിചാരിക്കണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിയോട് എന്ത് പറഞ്ഞു, പിടിച്ചു പറിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്താല് പാവുള്ളൂ. നമുക്കൊരു നാണക്കേട്. ചോദിച്ചൊരു ചായക്ക് എനിക്ക് വിശക്കുകയാണ്, അതിപ്പോ എനിക്കും എന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. വാങ്ങിക്കാം, മനസ്സിലായി. അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ ഒരു ഇത് വിചാരിക്കണ്ട. ജീവിതം നല്ല ആസ്വദിച്ച് സന്തോഷത്തോടുകൂടെ ഇനിയുള്ള കാലം, മനസ്സിലായോ? അതൊക്കെ പോട്ട്. നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. പുള്ളി പാവമായിരുന്നോ? പാവമായിരുന്നു. അപ്പൊ ഭർത്താവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അമ്മച്ചിക്ക്, മക്കളെ കുറിച്ച് അതിലേറെ അഭിപ്രായമാണ്. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോവാം കേട്ടോ. എന്റെ സന്തോഷം എന്താണെന്നറിയാവോ? എനിക്ക് ഇന്ന് എക്സസൈസ് ചെയ്യണ്ട, ഡയറ്റൊക്കെ തുടങ്ങി എക്സസൈസ് തുടങ്ങിയെന്ന് ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് അത്രത്തോളം ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. നടത്താം. ആ വീട്ടിലുള്ള ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അവിടെ നിന്ന് അല്പം നേരം സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞ പാറ ഇതാണ് കേട്ടോ. ഈ പാറയാണേ. അമ്മേ, എൻ്റെ അമ്മോ, ഇതെന്തുവാടേ? ഓ, അപ്പൊ പിന്നെ ഇതിവിടെ ഇങ്ങനെയാണെങ്കിൽ നെല്ലിക്കാമല കാര്യം പറയേണ്ടതുണ്ടോ? അതെ. അപ്പൊ പിന്നെ ദേ ആ വിഷ്വലൊന്ന് കാണിച്ചു കൊടുത്തേടാ. ഈശോ കൈ നിവർത്തി നിൽക്കുന്ന ഒരു വിഷ്വൽ കണ്ടോ? അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇമ്മാനുവേൽ കോളേജാണ് കേട്ടോ. അത് കഴിഞ്ഞ് ദേ മലനിരകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാരക്കോണം മിഷൻ ഹോസ്പിറ്റൽ ആണ്. കണ്ടോ, നല്ല രസമുണ്ട്, വൈബായിട്ട്. സത്യം പറഞ്ഞാൽ സന്ധ്യ സമയത്ത് ഒരു 3, 4, 5 മണിക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ഇളം കാറ്റും കൊണ്ട് നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കേട്ടോ. അടിപൊളിയാണ്. എപ്പോഴായാലും ഉച്ച ടൈമൊന്നും വരില്ല കേട്ടോ. ഈ ടൈം നല്ല ഇതാണ്. എന്തായാലും നമ്മുടെ നെല്ലിക്കാമലയിൽ നമ്മൾ പോയിട്ടില്ല, അത് സെക്കൻഡ് പാർട്ട് ആയിക്കോട്ടെ. ഇപ്പോഴെന്തായാലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അങ്ങോട്ട് ആ റോഡും കൂടെ ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേടാ. അപ്പൊ പിന്നെ ആ ഹൈവേ റോഡ് ഒന്ന് കണ്ടോ? ഇതേ കണ്ടോ വാഹനങ്ങളൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അണ്ടി ആപ്പീസ് കേട്ടോ. ആ പുക പോകുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അണ്ടി ആപ്പീസ് എന്ന് പറഞ്ഞത്. അപ്പൊ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കാണാ കാഴ്ചകൾ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിക്കാമല. അപ്പൊ നെല്ലിക്ക അധികമായതിനാലാണ് നെല്ലിക്കാമല എന്ന പേര് വന്നെന്ന് നമ്മുടെ പ്രദേശവാസികൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, പിന്നെ നെല്ലിക്കാമല നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിക്കാമല പൊളി വൈബാന്നല്ലേ. വീണ്ടും കണ്ടു നോക്കൂ. അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള പാറയിലൊന്നും അല്ല, കുഞ്ഞു പാറയിൽ നിന്നപ്പോൾ തന്നെ ഇത്രയും വിഷ്വലാണെങ്കിൽ അപ്പൊ പിന്നെ ടോപ്പിൽ പോയാൽ എങ്ങനെയായിരിക്കും? എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പൊ പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നവരെല്ലാവർക്കും goodbye.